സർ കെ മുരളീധരൻ കോൺഗ്രസിലെ ഒരു അനിഷേധ്യനായ നേതാവാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് കോൺഗ്രസ്സുകാർ എത്ര അംഗീകരിക്കുന്നുണ്ട്? ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് അദ്ദേഹം വടകരയിൽ പോയി മത്സരിച്ച് ജയിച്ച് MP ആയി. വട്ടിയൂർക്കാവിൽ MLA ആയിരുന്നു. 2011 അവിടെ നിന്ന് ജയിച്ചു, 2016 അവിടെ നിന്ന് ജയിച്ചു. BJP ഉയർത്തിയ വലിയ വെല്ലുവിളിയെ പരാജയപ്പെടുത്തി അദ്ദേഹം ജയിച്ചു. അത് കഴിഞ്ഞ് 2019 അദ്ദേഹം വടകര പോയി മത്സരിച്ച് MP ആയി. അത് പിന്നീട് അദ്ദേഹം 2024 അദ്ദേഹത്തെ തൃശ്ശൂരേക്ക് പാർട്ടി നിയോഗിച്ചു. അവിടെ 8 നിലയിൽ പൊട്ടി 3-ാം സ്ഥാനത്തായി. ഇപ്പോഴിതാ കേൾക്കുന്നു അദ്ദേഹം അവിടെ നിന്ന് തോറ്റതോടുകൂടി പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് നേരെ വട്ടിയൂർക്കാവിൽ വന്നു. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്ന് ഞാൻ നിയമസഭയിലേക്ക് മത്സരിക്കും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ഒരു വിവരം, അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിലും രക്ഷയില്ല, വട്ടിയൂർക്കാവിലും അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാകില്ല എന്നൊക്കെയാണ് അടക്കിപ്പിടിച്ച സംസാരങ്ങൾ. എന്താണ് സർ, കെ മുരളീധരൻ ഇല്ലാത്ത ഒരു നിയമസഭ ആണോ 2026 വരാൻ പോകുന്നത്? ഈ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന നേതാക്കന്മാരിൽ കോൺഗ്രസിനകത്തുള്ള അവരിൽ ഒരാളാണ് കെ മുരളീധരൻ. വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. ഇപ്പം കെ സുധാകരനുണ്ട്, VM സുധീരനുണ്ട്, അക്കൂട്ടത്തിൽ വരുന്ന ഒരാളാണ് മുരളീധരൻ. മുരളീധരൻ പണ്ട് കണ്ട മുരളീധരനല്ല, വടക്കാഞ്ചേരിയിൽ പണ്ട് മത്സരിച്ച മുരളീധരനല്ല. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ എന്ത് ജനപ്രീതി നേടിയ നേതാവാണെന്നറിയാം. അവിടെ ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞ് മണ്ഡലത്തിൽ തന്നെ നിന്നു. അദ്ദേഹം ഇങ്ങനെ മണ്ഡലത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. എവിടെ അവിടെ റോഡ് പണിയൊക്കെ നടക്കുമ്പോൾ അവിടെ ഇറങ്ങി നിൽക്കും. അവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് സാർ 2016 വലിയ വെല്ലുവിളി BJP ഉയർത്തിയിട്ടും അദ്ദേഹം ജയിച്ചത്. അവിടുത്തെ ഈ റെസിഡൻസ് അസോസിയേഷനെ മുഴുവൻ അദ്ദേഹം ഇങ്ങനെ കയ്യിലെടുക്കും, ചേർത്തു. ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ചോദിക്കും, ഇന്ന റെസിഡൻസ് അസോസിയേഷൻ വന്നിട്ടുണ്ടോ, അവരെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. പേരെടുത്ത് വിളിക്കുമായിരുന്നു. അത്ര ബന്ധം ഉണ്ടാക്കി. അത് ആ ലീഡറുടെ പാരമ്പര്യമാണത്. പിന്നെ അങ്ങോട്ട് ഇറങ്ങി നിന്ന് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞത് തന്നെ അവർക്ക് വലിയൊരു കാര്യമാണ്. എന്നിട്ടാണ് ഈ കോൺഗ്രസ്സുകാർ വടക്കോട്ട് ഓടിക്കോ തെക്കോട്ട് ഓടിക്കോ, ഇതൊക്കെ എന്ത് കാര്യത്തിനുണ്ടാക്കിയത്? ഇവരുടെ കയ്യിലിരുന്ന സീറ്റ് പോയില്ലേ? പ്രശാന്തിനെ കൊണ്ടുവന്ന് നിർത്തി CPM ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു. 21 ആ ജയം ആവർത്തിച്ചു. പോയില്ലേ ആ സീറ്റ്? ഇതുപോലെയാണ് കോന്നിയിൽ ചെയ്തത്. അടൂർ പ്രകാശ് ആറ്റിങ്ങലിലോട്ട് എടുത്തുകൊണ്ട് വന്നു. എന്ത് കാര്യത്തിന്? ആറ്റിങ്ങലിൽ വേറൊരാളെ നിർത്തണം. ആറ്റിങ്ങലിൽ കൊണ്ടുവന്ന് നിർത്തി. കോന്നി പോയി കയ്യിൽ നിന്ന്. ആര് കൊണ്ടുപോയി? CPM കൊണ്ടുപോയി. ജനീഷ് കുമാർ 21 തുടർ വിജയം. അടൂർ പ്രകാശ് തലേ കൈവച്ച് പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ഈ കോൺഗ്രസ്സുകാരെ പല വീഡിയോകളിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശ് അവിടെ കോന്നിയിൽ കുറേ കാര്യങ്ങൾ ചെയ്തു. കോന്നിയുടെ മുഖച്ഛായ മാറ്റി. ഞാനതുവഴി യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇത് ഈ പാർട്ടി മനസ്സിലാക്കണ്ടേ? ഈ മുരളീധരൻ തന്നെ ഇത്രത്തോളം ഒരിടം ചേർന്നു. ഇപ്പം മുരളീധരന് മനസ്സിലായി ഇനി വട്ടിയൂർക്കാവിൽ പോകണ്ട. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ നേടിയ 1-ാം സ്ഥാനത്ത് ഏതാണ്ട് 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടെന്നാണ് തോന്നുന്നത്. VK പ്രശാന്തും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രശാന്ത് വളരെ ജനകീയനാണ്, നിസ്സാരക്കാരനല്ല, ഒരു സാധാരണക്കാരനെ പോലെ. ആകെയുള്ളൊരു വെല്ലുവിളി ഈ സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം. അതാണ്. പ്രശാന്ത് നല്ല ആൾ തന്നെയാണ് വ്യക്തിപരമായിട്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. നോക്കണം, അവിടെ നടന്ന ശക്തമായ ത്രികോണ മത്സരത്തിൽ CPM 3-ാം സ്ഥാനത്ത് പോയതാണ്. TN സീമ കുമ്മനമായിരുന്നെന്ന് BJPയുടെ സ്ഥാനാർത്ഥി. TN സീമ നിലംപരിശായിപ്പോയി. അങ്ങനെയുള്ളിടത്താണ് കോൺഗ്രസ് അന്ന് ജയിച്ചു. ആ മുരളീധരനെയാണ് ഇവർ മാറ്റിക്കൊണ്ടുപോയത്. വടകരയിൽ ചോദിക്കൂ, നേമത്ത് കൊണ്ടുവന്നു, പിന്നെന്താണ് തൃശ്ശൂർക്ക് കൊണ്ടുപോയി. തൃശ്ശൂരിലൊക്കെ കൊണ്ടുപോയി അവിടെ 8 നിലയിൽ മനഃപൂർവ്വം നാണം കെടുത്തുകയായിരുന്നില്ലേ പാർട്ടി? ആയിരുന്നു. ഇപ്പം ഇദ്ദേഹത്തിന് എവിടെങ്കിലും സേഫായിട്ടുള്ളൊരിടം വേണം. ചിലർ ഒഴിവാക്കുകയാണ് ഇദ്ദേഹത്തെ. വട്ടിയൂർക്കാവ് മത്സരിച്ച് തോക്കും, അതുകൊണ്ട് ചിലപ്പോൾ വേണേൽ അവിടെ കൊടുക്കും. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. ജയിച്ചു വന്നാൽ, നിയമസഭയിൽ ജയിച്ചു വന്ന് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിയാണ്.
മുഖ്യമന്ത്രിയാകാനും യോഗ്യനാണ്, KPCC അധ്യക്ഷ പദവിയിൽ കൊണ്ടുപോവുക അതിനും യോഗ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. അതുകൊണ്ട് മുരളീധരൻ ഇപ്പോൾ 2 മണ്ഡലം വേറെ നോക്കുന്നുണ്ട്. ഗുരുവായൂർ മണ്ഡലത്തിൽ നോട്ടമുണ്ട്. UDF അത് ലീഗിൻ്റെ കയ്യിലാണ് ആ സീറ്റ്. ഗുരുവായൂരിൽ ഇപ്പം CPM-ന്റെ MLA ആണ് അക്ബർ. ലീഗിൻ്റെ സ്ഥാനാർത്ഥി KNA ഖാദറാണ്. 15,000 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ലീഗ് ഇത് വിട്ടുകൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ലീഗിന് വേറെ എവിടെയെങ്കിലും കൊടുക്കും. സുരേഷ് ഗോപി അവിടെ മുമ്പിലല്ലായിരുന്നല്ലോ ഗുരുവായൂർ, ആയിരുന്നോ? അല്ല, രണ്ടാം സ്ഥാനത്തെ വന്നത്. ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോൾ പലരും പറയും അത് BJPക്ക് എളുപ്പമാണെന്ന്. പക്ഷെ മുസ്ലിം വോട്ടുള്ള ഒരുപാടുള്ള ഇടമാണ്, മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണത്. ഗുരുവായൂർ പരിസരം നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും കച്ചവടം ചെയ്യുന്നവർ മുഴുവൻ മുസ്ലിം സമുദായത്തിലുള്ളവരാണ്, അല്ലേ? അതെ, വലിയ സൗഹാർദ്ദമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ. അപ്പോൾ മുരളീധരന് അവിടം നോട്ടമുണ്ട്. അപ്പോൾ ലീഗിൻ്റെ പിന്തുണ ശരിയായ രീതിയിൽ കിട്ടും. പിന്നെ മറ്റൊന്ന് കൊയിലാണ്ടി, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്നതാണ്. മുരളീധരന് ബന്ധമുള്ള മണ്ഡലമാണ്. കോഴിക്കോട് വടകര ഭാഗം, കോഴിക്കോട് തൃശ്ശൂർ ഇതൊക്കെ എന്ന് പറയുന്നത് മുരളീധരന് വലിയ ബന്ധമുണ്ട്. അപ്പോൾ കൊയിലാണ്ടിയിലും മത്സരിക്കാൻ ഇത് രണ്ടുമല്ലെന്നുണ്ടെങ്കിൽ ഈ തരൂരിനെതിരെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് 2 പേരേ ഉള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുരളീധരൻ, രണ്ടാമത് രാജ്മോഹൻ ഉണ്ണിത്താൻ. മുരളീധരന് മറ്റൊരു നോട്ടം എന്ന് പറയുന്നത് തരൂർ BJPയിൽ പോവുകയോ അല്ലെങ്കിൽ MP സ്ഥാനം രാജിവെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് മത്സരിക്കണം. കാരണം മുരളീധരൻ എവിടെങ്കിലും നിന്ന് ജയിച്ചേ പറ്റൂ. അത് മുരളീധരൻ്റെ ഭാവിയുടെ പ്രശ്നമാണത്. ഇല്ലെങ്കിൽ മുരളീധരനെ ചവിട്ടി താഴ്ത്തും, പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തും. അപ്പോൾ അത് ഒഴിവാക്കി വേണ്ടിയിട്ട് അതുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരും എന്നുള്ള രീതിയിൽ അതാണ് ഇടയ്ക്ക് തരൂരിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശക്തമായി ഇടപെട്ടത്. തരൂർ തിരുവനന്തപുരത്ത് കാലുകുത്തി പോകരുത്, ഇവിടുത്തെ ഒരു പരിപാടികളിലും പങ്കെടുത്തു പോകരുത് എന്നൊക്കെ, അദ്ദേഹത്തിനെ കയറ്റില്ല എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഈ 3 രീതിയിലാണ് മുരളീധരൻ ഇപ്പോൾ ചിന്തിച്ചു പോകുന്നത്. കൊയിലാണ്ടി, ഗുരുവായൂർ നിയമസഭാ സീറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുക എന്നുള്ളത്. സാർ, ഒരു സംശയം ചോദിക്കട്ടെ. ഈ വട്ടിയൂർക്കാവിൽ മുരളീധരൻ അല്ലെങ്കിൽ പിന്നെ ആര്? കോൺഗ്രസിന് അത്രയും ഒരു ഷുവർട്ടി ഉള്ള ഒരു നേതാവ് വേറെ ആരാ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ളത്? വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം അതാണ്. വട്ടിയൂർക്കാവ് ഇവർ ആരെയെങ്കിലും കൊണ്ടുവന്ന് നടക്കി തള്ളത്തേ ഉള്ളൂ. ജയിക്കണം എന്നുള്ള രീതിയിൽ പോകത്തില്ല, നടക്കത്തില്ല. ഇനിയിപ്പോൾ മുരളീധരൻ അത് നിലനിർത്തിക്കൊണ്ടുവരികയായിരുന്നല്ലോ, ഇവരായിട്ടല്ലേ. മുരളീധരൻ മത്സരിച്ചാൽ ഒരു സാധ്യത വളരെ മുരളീധരൻ അത് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ മുരളീധരൻ അത് ഇപ്പോൾ പറയുന്നുണ്ട്, വട്ടിയൂർക്കാവിലായിരുന്നെങ്കിൽ കുഴപ്പം വരില്ലായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറയാൻ തന്നെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ N. ഷംസുദ്ദീൻ MLA മണ്ണാർക്കാട്ട് ഹാട്രിക് വിജയം നേടിയത് സംബന്ധിച്ച് പരാമർശിച്ചപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത്. കാരണം ഇദ്ദേഹത്തിന് വളരെ വലിയ ബന്ധം ഉണ്ടാക്കിയെടുത്തേ വട്ടിയൂർക്കാവിലെ. 2021 അദ്ദേഹം നേമത്ത് മത്സരിക്കുന്നതിന് പകരം വട്ടിയൂർക്കാവിൽ മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ജയിച്ചേ. ഇദ്ദേഹത്തിൻ്റെ ദൗത്യം എന്താ? BJPയെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് തൻ്റെ ദൗത്യമെന്നും പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുമ്പോഴും അപ്പോഴും BJPയുമായിട്ടാണ് ഫൈറ്റ്. പ്രധാന എതിരാളി BJPയാണ്. ഇടതുപക്ഷം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അപ്രസക്തമായി ശുഷ്കമായി കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.